ലിസാനുൽ ഖുർആനിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. 2020 ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയത്. നസ്ലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാമെന്നാണ് നസ്ലു ബിൽ മുനാസിബി എന്നതിൻ്റെ അർത്ഥം. അതിൽ ബ്രാക്കറ്റിൽ സുരിഖ, മാ ഹളറ, റകിബ്തു, മാജാഅത്ത്, സറഖ, ഖുതില എന്നൊക്കെ ഉണ്ട്. ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് കൊടുത്തത് റബിഅത്തുൻ ഇലൽ മദ്രസ എന്നാണ്. റബിഅ എന്ന് പറയുന്ന പെൺകുട്ടി മദ്രസയിലേക്ക്, അവിടെ എന്താ ചേർത്ത് കൊടുക്കണ്ടേ? മാജാഅത്ത്. മാജാഅത്ത് റബിഅത്തു, റബിഅ വന്നിട്ടില്ല ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. അവിടെ മാജാഅത്ത് എന്ന് തന്നെ കൊടുക്കണം, കാരണം റബിഅ എന്നത് മുഅന്നസാണ്. രണ്ടാമത്തേത് അത്വയ്യാറത്ത ഇലൽ മക്ക, മക്കയിലേക്ക് വിമാനം. മക്കയിലേക്ക് വിമാനം എന്താ ചെയ്യുക? റകിബ്തു എന്ന് കൊടുക്കണം. റകിബ്തു ത്വയ്യാറത്ത ഇലൽ മക്ക, ഞാൻ മക്കയിലേക്ക് വിമാനം കയറി. മൂന്നാമത്തേത് അദ്ദഹബു എന്നാണ്. ദഹബു എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. അത് മജ്ഹൂലാണ്, അപ്പോൾ സുരിഖ എന്ന് കൊടുക്കണം. സുരിഖ ദഹബു, സ്വർണം മോഷ്ടിക്കപ്പെട്ടു. ഇവിടെ മനസ്സിലാക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, മജ്ഹൂലായ ഫീലിനെ മഅറൂഫാക്കാൻ, അല്ലെങ്കിൽ മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ സറഖൽ ലിസു അദ്ദഹബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ മജ്ഹൂലാക്കുക? സുരിഖദ് ദഹബു എന്ന് കൊടുക്കണം. സുരിഖദ് ദഹബ എന്നോ സുരിഖദ് ദഹബി എന്നോ കൊടുക്കരുത്, സുരിഖദ് ദഹബു എന്ന് തന്നെ കൊടുക്കണം. സ്വർണം മോഷ്ടിക്കപ്പെട്ടു. നാലാമത്തത് അൽഫറു എന്നാണ്, എലി. അവിടെ എന്താ കൊടുക്കേണ്ടത്? ഖുതിലൽ ഫഅറു, എലി കൊല്ലപ്പെട്ടു. ഖുതിലൽ ഫഅറു. ഇനി അല്ലിസു അദ്ദഹബ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലിസു അദ്ദഹബ, കള്ളൻ സ്വർണത്തെ. അവിടെ എന്താ? മോഷ്ടിച്ചു. അപ്പം സറഖ എന്ന് കൊടുക്കണം. മറ്റേത് സുരിഖദ് ദഹബു എന്നാണ്, അത് മജ്ഹൂലാണ്. ഇവിടെ സറഖദ് ലിസു, കള്ളൻ മോഷ്ടിച്ചു, അദ്ദഹബ സ്വർണത്തെ, മഅറൂഫായ ഫീലാണ്. ആറാമത്തേത് ബാസിമുൻ അൽയൗമ ഫിസ്സൊഫി, ബാസിം ഇന്ന് ക്ലാസ്സിൽ എന്നേ കൊടുത്തിട്ടുള്ളൂ. ബാസിം എന്ന് പറയുന്ന കുട്ടി ടുഡേ, ഇന്ന്, ഫിസ്സൊഫി ക്ലാസ്സിൽ. അപ്പോൾ മാ ഹളറ ബാസിമുൻ അൽയൗമ ഫിസ്സൊഫി, ഇന്ന് ബാസിം ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന് കൊടുക്കണം കേട്ടോ. ഇനി രണ്ടാമത്തത് നംല ഉൽ ജദ്വൽ എന്നാണ്. താഴെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട്. ആ ജദ്വൽ എന്ത് ചെയ്യാം? പട്ടിക നമുക്ക് പൂർത്തിയാക്കാം. അൽമാലി അൽ മഅറൂഫ്, അൽ മുലാരി അൽ മഅറൂഫ്, അൽമാലി അൽ മജ്ഹൂൽ എന്നുണ്ട്. ഇവിടെ ലൊറബ എന്ന് പറയുന്ന മാലി മഅറൂഫായ ഫെയിലിൻ്റെ മുലാരിയും മഅറൂഫും ചോദിച്ചിട്ടുണ്ട്, മാലി മജ്ഹൂൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൊറബൻ്റെ മുലാരി എന്താ? യദ്രിബു. ഇനി ഇതിൻ്റെ മാലി മജ്ഹൂൽ എന്താ? മാലി എന്ന് പറയുമ്പോൾ ലൊറബ എന്നതാണ് അല്ലേ? അതിൻ്റെ മജ്ഹൂൽ എന്താ? ലുരിബ. ഇനി ഒരു പക്ഷേ മാലി മജ്ഹൂലും മുലാരി മഅറൂഫേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഇവിടെ മുലാരി മഅറൂഫും മുലാരി മജ്ഹൂലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ ഇതാ? ലൊറബ എന്ന എക്സാമ്പിളിന് എടുക്കാം. ലൊറബ, അതിൻ്റെ മുലാരി യദ്രിബു. ലൊറബ എന്ന മാലിയുടെ മജ്ഹൂൽ ലുരിബ. ലൊറബ എന്ന മുലാരി, യദ്രിബു എന്ന മുലാരിനെ എങ്ങനെ മജ്ഹൂലാക്കുക? യുൽറബു. അങ്ങനെ ഓരോന്നും ആക്കി കൊടുക്കണം കേട്ടോ. ഇനി രണ്ടാമത് വന്നത് കുത്തിബ എന്നാണ്. മാലി മജ്ഹൂലിൻ്റെ താഴെ കുത്തിബ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുലാരി മഅറൂഫ് എന്താ? യക്തുബു. അതിൻ്റെ മാലി മഅറൂഫ് എന്താ? കതബ. ഇനി യമുദ്ദു എന്ന് മുലാരി മഅറൂഫിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യമുദ്ദുവിൻ്റെ മാലി ആദ്യം നോക്കണം, മദ്ദ. ഓക്കെ. ഇനി ഇതിൻ്റെ മാലി മജ്ഹൂൽ നോക്കണം. അപ്പം മദ്ദൻ എങ്ങനെ മാലി മജ്ഹൂലാക്കുക? മുദ്ദ. അപ്പോൾ അതൊക്കെ ലാസ്റ്റത്തെ കുറച്ച് റിസ്ക്കാണ്. ഖാല എന്ന് പറയുന്ന മാലിയെ അതിൻ്റെ മുലാരി യഖൂലു എന്നാണ്. എന്നാൽ ഈ ഖാല എന്ന ഫിഅലിൻ്റെ മാലിയായ ഫിഅലിൻ്റെ മജ്ഹൂൽ എങ്ങനെ കൊടുക്കുക? മൂന്നാമത്തെ കള്ളിയിൽ അൽ മാലി മജ്ഹൂൽ എങ്ങനെ കൊടുക്കുക? ഖീല എന്ന് കൊടുക്കണം. മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് നുതമ്മിമു എന്നാണ്. നുതമ്മിമു എന്ന് പറഞ്ഞാൽ എന്താ? പൂർത്തിയാക്കാം. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വിട്ടിട്ടുണ്ട്, അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇദാ ദഖല ഹർഫുല, ല എന്ന ഹർഫ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇത് മൂന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ്. ല എന്ന ഹർഫ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫി അവലിൽ ഫിഅലിൽ മുലാരിഇ, മുലാരിയായ ഫിഅലിൻ്റെ തുടക്കത്തിൽ ല എന്ന ഹർഫ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി എന്താ? യകൂനു മൻഫിയൻ, ആ ഫിഅൽ എന്താകും? മൻഫിയാകും. വ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ
യക്കൂനു മുസ്ബത്തൻ മുസ്ബത്താകും. ഇത് പൂർണ്ണമായിട്ട് എഴുതണം കേട്ടോ. യക്കൂനു മൻഫിയൻ എന്ന് മാത്രം എഴുതിയാൽ പോരാ, വ ഇല്ല യക്കൂനു മുസ്ബത്തൻ എന്നുകൂടെ എഴുതണം. 2 ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഅലി, ഫിഅലിനോട് കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ, ഒന്നാമത്തെ പാഠത്തെ ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഅലി, ഫിഅലിനോട് കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ കാനൽ ഫിഅലു ഫിഅലാകും മഅറൂഫൻ മഅറൂഫാകും. അതാണ് അവിടെ ഉത്തരം കേട്ടോ, മഅറൂഫൻ. 3 ഇദാ ഹുദിഫ മിനൽ ഫിഅലിൽ മാദി, മാദി മൻഫിയായ ഫിഅലിൽ നിന്ന് കളയപ്പെട്ടാൽ, എന്തിനെ? ഹർഫു മാ എന്ന ഹർഫ് കളയപ്പെട്ടാൽ. ഒരു മാദി മൻഫി ആയിട്ടുള്ള ഒരു ഫിഅലുണ്ട്. ഇപ്പോൾ മാ ലൊറബ എന്നാണ്, മാദി മൻഫി ആണല്ലോ. ആ ഹർഫിൽ നിന്ന് മാ എന്നതിനെ കളഞ്ഞാൽ ലൊറബ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ യകൂനുൽ ഫിഅലു മുസ്ബത്തൻ, ആ ഫിഅല് മുസ്ബത്താകും. 4 അദാത്തു നഫി, നഫീൻ്റെ അദാത്ത് അടയാളം, ഫിൽ മാലി, മാലിയായ ഫിഅലിൽ നഫിയുടെ അടയാളം ഹർഫുമാ, അത് മാ എന്ന ഹർഫാണ്. ലൊറബ എന്ന മാലിയായ ഫെയിലിനെ നമുക്ക് നഫി ആക്കണമെന്നുണ്ടെങ്കിൽ മുമ്പ് മാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാ ലൊറബ എന്നാകും. ഫി അവ്വലുൽ ഫെയില്, ഫെയിലിൻ്റെ തുടക്കത്തിൽ ചേർത്ത് കൊടുക്കണം. മുലാരിയിലാണ് ലാ എന്നത് വരെ കേട്ടോ. 4ാമത് ചോദിക്കുന്നത് നുസരിഫു എന്നാണ്, സർഫാക്കാനാണ്. ബാഴ എന്നും ഉണ്ട്, പിന്നെ മദത്ത എന്നുമുണ്ട്. ഇവിടെ ബാഴ സർഫാക്കുമ്പോൾ ബാഴ ബാഴ ബാഴു ബാഴത്ത് ബാഴത്ത ബിഅന 4 എഴുതി കൊടുത്താൽ മതി. ഇനി 2ാമത്തെ മദത്ത എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ മദത്ത എന്നുള്ള സർഫാക്കുക. മദ്ദ മദ്ദ മദ്ദു മദ്ദത്ത് മദ്ദത്ത മദദ്ന മദത്ത മദത്തുമ മദത്തും. ഇപ്പം മദത്താന്ന് കിട്ടിയില്ലേ തുടക്കം, സ്റ്റാർട്ടിങ്. മദത്ത മദത്തുമ മദത്തും മദത്തി മദത്തുമ മദത്തുന്ന, ആ 4 അവിടെ ചേർത്ത് കൊടുക്കുക. 5ാമത്തേത് നുഅരിബു എന്നാണ്. അതായത് താഴെ മലയാളം കൊടുത്തിട്ടുണ്ട്, അതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുക. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല എന്നെങ്ങനെ പറയാ? മാ ഖറഅതുമാ അദ്ദർസ, മാ ഖറഅതുമ അദ്ദർസ, നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. മാ ഖറഅതുമാ അദ്ദർസ. ഇനി 6 മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി എന്നെങ്ങനെ പറയും? ഹളറൽ ഉസ്താദു ഫിസ്സാഅത്തി സാദിസ, ഫിസ്സാഅത്തി സാദിസ. 6 മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി. ചോദ്യം വന്നത് 6 മണിക്ക് എന്നല്ല, 7 മണിയാണെങ്കിലോ? അപ്പോൾ ഫിസ്സാഅത്തി സാബിഅ, 8 മണിയാണെങ്കിൽ ഫിസ്സാഅത്തി സാമിന. ഇനി 3 മണിക്കാണെങ്കിലോ? ഫിസ്സാഅത്തി സാലിസ. ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ലാസ്റ്റത്തത് നുതർജിമു എന്നാണ്. ഇവിടെ താഴെ മലയാളം കൊടുത്തിട്ടുണ്ട്, അറബി കൊടുത്തിട്ടുണ്ട്. അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനാണ്. അന അജീഉ ഇലൽ മദ്രസതി ഗദൻ, ഞാൻ നാളെ മദ്രസയിലേക്ക് വരും എന്നാണ് അർത്ഥം. അന അജീഉ, ഞാൻ വരും, ഇലൽ മദ്രസതി മദ്രസയിലേക്ക്, ഗദൻ ടുമോറോ നാളെ. ഇനി 2ാമത്തെ ഇഷ്തഗലൽ വാലിദു ബി ഖിറാഅത്തിൽ ജരീദതി സുപ്രഭാതം, സുപ്രഭാതം പത്രവായനയിൽ ഉപ്പ വ്യാപൃതനായി. സുപ്രഭാത പത്രവായനയിൽ ഉപ്പ വ്യാപൃതനായി. ഓക്കെ, സ്റ്റഡി വെൽ.